ഹലോ ഗെയ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളൊക്കെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടുണ്ടാക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ ബാക്കി വന്ന പുട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പീസ് പുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ പുട്ടൊരു ബ്രൗൺ കളർ എന്ന്. ഇത് മറ്റേ ചെമ്പ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ. അതാണിത് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുള്ളത്. ഇനി ഒരു ബൗളിൽ ഞാൻ ഒരു 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചോറ് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് ആദ്യം ഈ പുട്ടൊന്ന് നന്നായി കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുതേ. അപ്പോൾ ഞാനിവിടെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ പുട്ടിലേക്ക് ഞാൻ ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം കറി ലീവ്സും ലേശം മല്ലിയില കൂടി ഇടുന്നുണ്ട്. ഇനി അരച്ച് വെച്ച ചോറ് ലേശായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. നമ്മൾ ബാക്കി വന്ന പുട്ട് നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അങ്ങനെയൊന്നും ഇനി വേണ്ട. ആ പുട്ടും ഒരു ലേശം ചോറും കൂടി മതി ഈ സ്നാക്സ് റെഡിയാക്കാൻ. ഞാൻ കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട്, പുട്ടിൽ ഉപ്പുള്ളതായിരിക്കും, എന്നാലും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമ്മളെ കയ്യിൽ ലേശം ഓയിൽ തടവിയിട്ട് ഇത് ഒരു നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ കാണുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ നന്നായി റോൾ ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഉടയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് നമുക്ക് കൈ വെച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറില്ലേ, അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് 6 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, കാരണം ഇത് പുട്ടല്ലേ, അപ്പോൾ ഒന്നിങ്ങോട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പായിട്ട് പോവില്ല, നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.